മത്തായിയുടെ സുവിശേഷം 26 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 47 മുതലുള്ള ഭാഗങ്ങളില് ഈ യൂദ തിരിച്ചു വരുന്ന കാര്യം നമ്മളോട് കാണുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരുത്തനായ യൂദയും അവനോട് കൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായിട്ട് വന്നു. ഉമ്മ കൊടുക്കാനൊന്നും വരികയല്ല, പൂമാലയിടാനായിട്ട് വരികയല്ല. വരുന്നത് എങ്ങനെയാണ്? വാളും വടിയുമായി. ഇത് ആരുടെ പണിയാണ്? ഇത് യൂദയുടെ പണിയാണ്. യൂദയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാമെന്ന് അവർക്ക് പറഞ്ഞത്. അവിടെയും ഇടയ്ക്ക് കയറി ഞാനൊരു കാര്യം പറയാണ്. ഈ യേശുവിന്റെ ഈ താഴ്മയുടെയും ഒക്കെ അത് നമ്മൾ താഴോട്ട് വരുമ്പോൾ പഠിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുക, എന്തിനാണ് യൂദ ഒറ്റിക്കൊടുക്കേണ്ടി വരുന്നത്? കാര്യം എന്തെന്നറിയാമോ? ഈ 12 ശിഷ്യന്മാരുടെ കൂടെ യേശു നിന്ന് കഴിഞ്ഞാൽ യേശു ആരാ പത്രോസ് ആരാന്നൊന്നും സാധാരണക്കാരന് മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് നേതാക്കന്മാരെ ആർക്ക് വേണേലും കണ്ടാൽ മനസ്സിലാവും. കാര്യം നേതാക്കന്മാരാരും സാധാരണക്കാരെ പോലെ അല്ല. അവരുടെ നടപ്പും അവരുടെ വേഷവും അവരിറങ്ങുന്നതും കയറുന്നതും ഒക്കെ ഒരു പ്രത്യേക സ്റ്റൈലില്ല. നേതാവിനെ നമുക്ക് കാണാൻ പോലും കിട്ടത്തില്ലല്ലോ. യേശു ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്നുണ്ടല്ലേ. മാറി മാറി നടക്കുകയായിരുന്നെങ്കിൽ യേശുവിനെ പെട്ടെന്ന് ഇപ്പൊ ഒരു പ്രസംഗകനെയൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ക്രൂസൈഡിനൊക്കെ പോയി കഴിഞ്ഞാൽ ആരാ പ്രസംഗിക്കുന്നുള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാര്യം അവർക്ക് വലിയ വലിയ ആൾക്കാരാണെന്ന് അവരുടെ ചിന്ത. പക്ഷേ ഇവർ പല പ്രാവശ്യം നോക്കിയിട്ട് യേശുവിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഒരു വ്യത്യാസവും യേശുവിനെ കാണുന്നില്ല. അതാണ് യേശുവിന്റെ പ്രത്യേകത. നേതാക്കന്മാരൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കട്ടെ. വലിയ ആള് കളിച്ചൊക്കെ നടക്കുന്ന ആളുകൾ അവരിന്ന് യേശുവിനെ അല്ല പിൻപറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ യേശുവിനെ ഒറ്റിക്കൊടുക്കേണ്ടി വന്നത് തന്നെ അതുകൊണ്ടാണ്. അല്ലെ പിന്നെന്തിനാ? യേശുവിന് ഒരു പ്രത്യേക തരത്തിലുള്ള വേഷവും ഒരു പ്രത്യേക തരത്തിലുള്ള നടപ്പും ഒരു പ്രത്യേക ആസ്ഥാനവും ഒക്കെ ആയിരുന്നെങ്കിൽ യേശുവിനെ പ്രത്യേകിച്ച് കാണിക്കാൻ വേണ്ടി 30 വെള്ളിക്കാശ് വെറുതെ കളയത്തില്ല. നേരെ വന്ന് യേശുവിനെ പിടിച്ചാൽ പോരെ. ലോകത്തെ അനുകരിക്കുന്ന ഒരു സഭയിലാണ് നേതൃത്വത്തെ ഹൈലൈറ്റ് ചെയ്തുള്ള അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഈ യേശുവിനെ അവർ സംസാരിക്കുമ്പോൾ തന്നെ പന്തിരുവരിൽ ഒരുത്തനായ യൂദയും അവനോടുകൂടെ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അയച്ച വലിയൊരു പുരുഷാരവും വാളും വടികളുമായി വന്നു. അവനെ കാണിച്ചു കൊടുക്കുന്നവൻ ഞാൻ ഏവനെ ചുംബിക്കുമോ അവൻ തന്നെ ആകുന്നു, അവനെ പിടിച്ചുകൊള്ളുവിനെന്ന് അവർക്ക് അടയാളം കൊടുത്തിരുന്നു. നല്ലൊരു അടയാളം കൊടുത്തിരിക്കുന്നത്. ദൂരെ നിന്ന് കാണിച്ചു കൊടുക്കുന്നതല്ല. ഞാൻ എന്ത് ചെയ്യാം? ഐ വിൽ എംബ്രേസ് ഹിം, ഐ വിൽ കിസ് ഹിം. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാമെന്ന് അവൻ വാക്ക് പറഞ്ഞിട്ട് വരികയാണ്. 30 വെള്ളിക്കാശ് പോക്കലിട്ട് കൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ. യേശു ചുംബനം ഏറ്റുവാങ്ങാൻ നോക്കിയിരിക്കുക. അതാണ് യേശുവിന്റെ പ്രത്യേകത. ഉടനെ അവനെ പിടിച്ചുകൊള്ളുവിൻ എന്ന് അവർക്ക് അടയാളം കൊടുത്തു. ഉടനെ അവർ യേശുവിന്റെ അടുക്കൽ വന്നു. ഈ റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. റബി വന്ദനം എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. അൺനാച്ചുറൽ ആയിട്ട് ഒന്നും മറ്റാൾക്കും തോന്നിയില്ല. പക്ഷെ അതായത് മറ്റേ ശിഷ്യന്മാർക്കൊന്നും തോന്നിയില്ല. when he was coming he was embracing him. വന്ദനം എന്ന് പറഞ്ഞ് ചുംബിച്ചു. യേശു അവനോട് സ്നേഹിത നീ വന്ന കാര്യം എന്തായി? എന്താ വിളിച്ചിരിക്കുന്നത്? സ്നേഹിത. ചങ്കൂട്ടുന്ന കാര്യമാണ്. ചങ്കൂട്ടുന്ന കാര്യം. കളിയാക്കി വിളിച്ചതൊന്നുമല്ല. നമ്മുടെ മലയാളത്തിലെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവനെ ഊതിയതൊന്നുമല്ല. ഏതാ നമ്മൾ സാധാരണ പറയുമല്ലോ കളിയാക്കി പറയുന്നതിന്. അതൊന്നുമല്ല. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അപ്പോൾ യേശു യൂദായെ ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്ന യൂദായെ സ്നേഹിത എന്ന് വിളിച്ചത് അവനെ കളിയാക്കി വിളിച്ചതല്ല. ആ വാക്കുകൾ ഒരിക്കലും ഒരു ഐറണിക്കലായിട്ട് വിളിച്ചതല്ല. ഹി റിയലി മെന്റ് ഇറ്റ്. അവന്റെ ഹൃദയത്തിൽ നിന്ന് വിളിക്കുക. യു ആർ മൈ ഫ്രണ്ട് ഈവൻ നൗ. സ്നേഹിത. അതാണ് യേശുവിന്റെ സ്നേഹം. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കുന്നവനെ സ്നേഹിത എന്ന് വിളിക്കുന്ന, വെറുതെ വിളിക്കുകയല്ല, അവനെ എംബ്രേസ് ചെയ്യുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്. അതിന് നമുക്ക് കഴിയുമോ? അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യേശുവിന്റെ ക്യാരക്ടർ എവിടെയാണ് പ്രകാശിപ്പിക്കുന്നത്? ആഫ്രിക്കയിൽ എനിക്കെതിരെ കേസ് ഫയൽ ചെയ്തൊരു പാസ്റ്ററുണ്ട്. പല പ്രാവശ്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു, പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോകേണ്ടി വന്നു. പല കാര്യങ്ങൾ. ഒരു കാര്യമില്ല, ഇൻവെസ്റ്റിഗേഷനിലൊന്നുമില്ല, കുറ്റമൊന്നുമില്ല. ഞാൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയൊക്കെയാണ്, അതായത് രാജ്യത്തിന് ദ്രോഹകരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് കേസ് ഫയൽ ചെയ്തത്. പിന്നെ എനിക്ക് വിസ തന്ന പാസ്റ്ററെതിരെ കേസ് ഫയൽ ചെയ്തു. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മിഷണറിയെ ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞ്, ഇത് ഒന്നും ശരിയല്ല, പോലീസ് ഒന്നും അന്വേഷണത്തിനൊന്നുമില്ല. ഇങ്ങനെ പല പ്രാവശ്യം ചെയ്ത ആളെ നെക്സ്റ്റ് ഒരു നാഷണൽ കോൺഫറൻസിന് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ജസ്റ്റ് എംബ്രേസ് ഹിം ആൻഡ് സെഡ്, പാസ്റ്റർ എന്തുകൊണ്ട് വിശേഷം, മാമായ്ക്ക് എങ്ങനെയുണ്ട്? ഇയാളിങ്ങനെ വെള്ളിരിക്കുക. കാര്യം അയാൾക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അയാളെ എംബ്രേസ് ചെയ്യുമെന്ന്. പക്ഷെ അതല്ലേ യേശു പഠിപ്പിച്ചത്? യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കണം. അങ്ങനൊരു ലൈഫ് നമുക്കുണ്ടാകണം.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അതിന്റെ പൂർണ്ണമായ അളവിൽ നമ്മൾ അത് ഉൾക്കൊള്ളണം. നമ്മൾ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളതല്ല ഇന്നത്തെ വിഷയം. ബട്ട് നമുക്കതിനുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രോത്ത് ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഗ്രോത്തിൽ ഏത് സ്റ്റേജിലാണ് നമ്മൾ, എവിടം വരെ ആയിട്ടുണ്ട്? കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ. ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ വന്ന യൂദായെ ചുംബിക്കുമ്പോൾ അവൻ വിളിക്കുന്നത്, സ്നേഹിത നീ വന്ന കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത് അവർ യേശുവിന്റെ മേൽ കൈ വെച്ച് അവനെ പിടിച്ചു. അപ്പോൾ യേശുവിനോട് ഉണ്ടായിരുന്ന ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തു. ഇതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അടുത്ത് നിന്ന് ഒരാൾ എന്ത് ചെയ്തു? വാള് എടുത്ത്, മൽക്കോസ് എന്ന് പറയും, നമുക്കറിയാം, സ്റ്റോറി അറിയാവുന്ന ഞാൻ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. അവന്റെ കാത് അറുത്തു. ആരുടെയാ? യേശുവിനെ പിടിച്ചു കെട്ടാൻ വന്നതല്ല, പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുക. അവനെ പിടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇവന്റെ ഈ വാള് കാണുമായിരിക്കും, പക്ഷേ ഈ വന്നവന്റെ കയ്യിലും വാള് കാണുമായിരിക്കും. പക്ഷേ ഇവിടെ അവൻ യേശുവിനെ പിടിച്ചപ്പോഴത്തേക്ക് മറ്റവൻ എന്ത് ചെയ്തു? വെട്ടി. ഈ ഒന്നാമത്തെ കാര്യം, ഇവന്മാർക്ക് വാളൊന്നും ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അറിയാമായിരുന്നേ തല വെട്ടിയാനല്ലോ അല്ലേ? തല വെട്ടിയതായിരിക്കും, പക്ഷെ കാതാ പോയത് ഇല്ലേ? ഇവർക്ക് ശരിക്കും വാളിന്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇതിനിടയ്ക്ക് ചില സംശയങ്ങൾ നമുക്കുണ്ടാകാം. ഇതെവിടുന്ന വാള് എന്നൊക്കെ പറയുമല്ലോ. കർത്താവ് പറഞ്ഞ് നിങ്ങൾ വസ്ത്രം വിറ്റ് വാൾ വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറയുമ്പോൾ വാൾ വാങ്ങാനുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. അവിടെ പറയുന്ന ഇതാണ്, ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞു വിട്ടപ്പോൾ, ഞാൻ നമുക്ക് സംശയങ്ങളുള്ള ചില ഭാഗങ്ങളോട് അങ്ങ് ക്ലിയർ ചെയ്ത് പോകണം. ഞാൻ നിങ്ങളെ നേരത്തെ പറഞ്ഞു വിട്ടപ്പോൾ നിങ്ങൾ ഭക്ഷണമോ പൊക്കണോ എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ വസ്ത്രം ഉള്ളവൻ അത് വിറ്റ് വാൾ കൊള്ളട്ടെ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. ആ കാലയളവിൽ ഇവര് വാൾ ഉപയോഗിച്ചിരുന്നത്, കാര്യം മിക്കപ്പോഴും യാത്ര ചെയ്യുന്നത് വളരെ വിദൂരമായ സ്ഥലങ്ങളിലൂടെയും മൃഗങ്ങളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനുകൊണ്ടാണ് ഇവർ വാളും കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ആരെയും കൊല്ലാനോ പിടിക്കാനോ ഒന്നും അല്ല ഇവർ വാളും കൊണ്ട് നടക്കുന്നത്. അതാണ് ഇതിനകത്തൊരു കാര്യം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ കാര്യം 22-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 35-ാമത്തെ വാക്യം മുതൽ, പിന്നെ അവർ അവനോട് നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ, അതുകൊണ്ട് തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റ് വാൾ കൊള്ളട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടമായി എന്നേ ഉള്ള അതിനകത്തെ അർത്ഥം. ഇനി ചെല്ലുന്നിടത്തൊന്നും നിങ്ങൾക്ക് ഈ സുരക്ഷിതത്വം ഒന്നും ആദ്യത്തെ പോലെ ഉണ്ടാകയില്ല. ഇതാണ് അർത്ഥം. അവനെ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ഇനി എന്നിൽ നിവൃത്തി വരേണ്ടതിനെന്ന് പറയുന്നു. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്നെ നിവൃത്തി വന്നു എന്ന് പറഞ്ഞു. 38-ാമത്തെ വാക്യത്തിൽ, കർത്താവേ ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതി എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓക്കെ 2 വാളുണ്ടല്ലേ, കുഴപ്പമില്ല, അത് മതി. ഇതല്ല ഇതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം നേരെ ഓപ്പോസിറ്റ് ആണ്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു. ഉടനെ അവരെന്ത് ചെയ്തു? കർത്താവ് ഇവിടെ 2 വാളുണ്ട് എന്ന് അവർ പറഞ്ഞു. കർത്താവ് പറഞ്ഞിരിക്കുക, മതി, നിർത്തടാ. നമ്മൾ എല്ലാം പറയുമല്ലോ, മതി എന്ന് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ചില കാര്യങ്ങൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ പറയും, എന്നെ നിർത്ത് എന്ന് പറയുമല്ലോ. ഇതേ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവ് പറഞ്ഞു, ഇവിടെ വാള് വാങ്ങിക്കുന്ന കാര്യമൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇനി വാളും കൊണ്ട് പോയി യുദ്ധം ചെയ്യാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അവർക്ക് കാര്യം മനസ്സിലാകാതെ അവരെന്ത് പറഞ്ഞു? ഇവിടെ 2 വാള് ഉണ്ട്. ഉടനെ നമ്മളെന്ത് പറയും? മതിരാ, നിർത്ത്, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതാണ് ഇതിന്റെ അർത്ഥം. അതായത് കർത്താവ് പറഞ്ഞത്, ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉള്ള വാളല്ല, നിങ്ങളുടെ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വാള് വാങ്ങിക്കാനല്ല. യേശു ഒരിക്കലും വാള് വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ഞാൻ ഇടയ്ക്ക് കൈകളി പറയുന്നത്, ഇതും പറഞ്ഞുകൊണ്ടൊക്കെ ഒത്തിരി പ്രസംഗങ്ങൾ യൂട്യൂബിലും മറ്റും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ യേശു വാള് വാങ്ങിക്കാൻ പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് വാൾ ഉറയിലിടുക എന്നാണ് പറയുന്നത്. വാളും കൊണ്ട് വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇല്ലേ, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തില് വാൾ ഉറയിലിടുക എന്നാണ് അതിന്റെ 52-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്. യേശു അവനോട്, നീ വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനൊക്കെയും വാളാൽ നശിച്ചു പോകും. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? അല്ലാതെ യേശു ഒരിക്കലും എന്ത് പറഞ്ഞില്ല? വാളെടുത്ത് വെട്ടാനായിട്ട് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വാളുകൾ അവർ കൊണ്ടു നടന്നത് അവർ മരുഭൂമിയിലെ യാത്രയിൽ അല്ലെങ്കിൽ കാട്ടിലൂടെയുള്ള യാത്രയിൽ മൃഗങ്ങളും മറ്റും വരുമ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയാണ് അന്ന് ഇവർ വാളും കൊണ്ട് നടന്നത്. അല്ലാതെ ഒരു മനുഷ്യനെയും തല്ലിക്കൊല്ലാനോ കുത്താനോ ഒന്നും അല്ല. ഓക്കെ,
ഇത് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഇങ്ങനെ ചുമ്മാ വെറുതെ യൂട്യൂബ് എടുത്താലും എവിടെ എടുത്തു കഴിഞ്ഞാലും യേശുക്രിസ്തുവിനെ അപമാനിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള വിവരദോഷികളായ കുറെ എണ്ണമുണ്ട്. അവർക്ക് വേദോസവും അറിയത്തില്ല, അവരുടെ റിലീജിയനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ വർഗീയ വിഷം വെച്ച് കുത്തിവെക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന കുറെ എണ്ണമുണ്ട്. വർഗീയ വിഷം, അല്ലാതെ വേറെ ഒന്നുമില്ല. അവരാണ് ഇതിനെയെല്ലാം കോട്ടിമാട്ടി പറയുന്നത്. ഓക്കെ, ഞാൻ പറയട്ടെ, ഇവിടെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നതൊക്കെ വാളാൽ നശിക്കും നശിച്ചു പോകും എന്ന് കർത്താവ് പറയുകയാണ്. എന്നിട്ട് എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവൃത്തി വരും എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ്, എനിക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ല നീ വാളെടുക്കാൻ പറഞ്ഞത്. എന്റെ സുരക്ഷിതത്വം എനിക്ക് വേണമെങ്കിൽ 12 ലെഗ്യോനിലും അധികം ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടെയോ? ഇറ്റ് ഈസ് ക്വൈറ്റ് പോസിബിൾ. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാനതല്ല ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ മരിക്കാൻ വന്നതാണ്, അല്ലാതെ കൊല്ലാൻ വന്നതല്ല. യേശു വന്നത് മരിക്കാൻ വേണ്ടി വന്നതാണ്. മരിക്കാൻ വേണ്ടി ഒരാളെ വന്നിട്ടുള്ളൂ, അത് യേശുവാണ്. എല്ലാവരും വന്നത് കൊല്ലാനാണ് വന്നത്. എല്ലാ അവതാരങ്ങളും കൊല്ലാൻ വന്നു. പക്ഷെ യേശു എന്തിനു വേണ്ടി വന്നു? മരിക്കാൻ വേണ്ടി വന്നു. കാരണം അവൻ സ്നേഹമാണ്. അവന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൻ സ്നേഹിക്കാൻ കൊള്ളാത്തതിനെ പോലും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആ ഭാഗം തന്നെ ലൂക്കോസ് പറയുമ്പോഴത്തേക്ക്, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഇതേ വേദഭാഗം തന്നെ നമ്മൾ വായിക്കും. അതിന്റെ 50-ാമത്തെ വാക്യത്തിൽ, അവരിൽ ഒരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലതുകാത് അറുത്തു. അപ്പോൾ യേശു ഇത്രയ്ക്ക് വിടുവിൻ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. നോക്ക്, പിടിച്ചു കെട്ടുന്നവന്റെ കാത് സൗഖ്യമാക്കുന്ന യേശു. അതാണ് യേശുവിന്റെ സ്നേഹം. കൊല്ലാൻ വരുന്നവനെ സ്നേഹിക്കുന്ന സ്നേഹം. ഈ സ്നേഹം കൊണ്ടാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കേണ്ടത്. കൊല്ലാൻ വരുന്നവനെ സ്നേഹിക്കുന്ന സ്നേഹം. ഈ സ്നേഹം നമുക്കുണ്ടോ? നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചിട്ട് നമുക്ക് എന്ത് പ്രയോജനം? ഡേവിഡ് വിൽക്കേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ന്യൂയോർക്കില് മൻഹാട്ടൻ സ്ട്രീറ്റിലുള്ള ഒരു ഗ്യാങ്, ആ ഒരു ഗ്യാങ്ങിന്റെ ലീഡർ ഒരു നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ നിക്കി ക്രൂസിനോട് സുവിശേഷം പറയാനായിട്ട് അദ്ദേഹത്തിന് ദൈവത്തിന്റെ ഒരു വലിയൊരു അരുളപ്പാട് കിട്ടി. അദ്ദേഹം നിക്കിയോട് സുവിശേഷം പറയാനായിട്ട് ആദ്യം ചെല്ലുന്ന സന്ദർഭം, ഞാനിതെല്ലാം എന്നെ അന്ന് തൊട്ട് സ്വാധീനിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. യേശുവിന്റെ സ്നേഹം പ്രകാശിപ്പിച്ച അനേകര് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊന്നും മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയരുത്. ഡേവിഡ് വിൽക്കേഴ്സൺ ആദ്യം നിക്കി ക്രൂസിനെ കാണാനായിട്ട് ചെന്നു. ഹായ് നിക്കി, ജീസസ് ലവ്സ് യു എന്ന് പറഞ്ഞ് കൈ കൊടുത്തു. നിക്കി എന്ത് ചെയ്യുന്നറിയാമോ? കരണക്കുറ്റി തീർത്തൊരു അടി കൊടുത്തു. കൈ കൊടുത്തപ്പോൾ കരണക്കുറ്റി നോക്കി ഒരടി കൊടുത്തു. ഡേവിഡ് വിൽക്കേഴ്സൺ എന്താ പറഞ്ഞതറിയാമോ? നിക്കി, സ്റ്റിൽ ജീസസ് ലവ്സ് യു, സ്റ്റിൽ ഐ ലവ് യു. ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു, കാരണം യേശു നിന്നെ സ്നേഹിക്കുന്നു.